നമസ്കാരം. നന്ദനം സിനിമയിൽ മാളാരവിന്ദൻ്റെ അണ്ണാക്കിൽ പിരിമൂത്ത മകൻ കലാഭവൻ മണി ഒരു വീട്ടിലെ മുണ്ട് മുഴുവൻ കുത്തിക്കയറ്റുന്ന രംഗം ഓർത്തുപോകുന്നു. ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കവി ഉമേഷ് ബാബു കേസി ഏഷ്യാനെറ്റ് ചർച്ചയിലിരുന്ന് ഗോവിന്ദൻ്റെ തിരുവായിലൊരു തുണിക്കെട്ട് തന്നെ തിരുകിക്കളഞ്ഞു. നമ്മൾ വിചാരിച്ച പുള്ളി ഒന്നുമല്ല ഈ ഗോവിന്ദൻ സഖാവ്. പുള്ളിയുടെ വിപ്ലവമെന്ന് പറയുന്നത് പഴങ്കഞ്ഞിയിൽ ഞെരടുന്ന പഴമാങ്ങാക്കറി മാത്രമാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ഭൂതകാലം ഇന്നോളം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വെറുതെയാണോ പാവം പിണറായി വിജയൻ്റെ വാലു മാത്രമായി ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത്? 1986 ബദൽ രേഖാ വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മൊറാഴയിൽ വലിയ പാർട്ടി കലാപം നടന്നു. അന്ന് MVRൻ്റെ ശിഷ്യനായിരുന്നത്രേ ഈ ഗോവിന്ദൻ മാഷ്. പാർട്ടി അവിടെ രണ്ടായി, പരസ്പരം അടി തുടങ്ങി. MVRൻ്റെ വീട്ടുകാർ പോലും പുള്ളിയെ തള്ളിക്കളഞ്ഞു. CMPക്കാരെ ഓടിച്ചിട്ട് തല്ലുന്ന കാലം. MV രാഘവൻ്റെ വീട് തീ വയ്ക്കാൻ ആളുപോയി. അന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഗോവിന്ദൻ. രാഘവൻ്റെ പക്ഷം രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ ഗോവിന്ദൻ പാർട്ടി പ്രവർത്തനമെല്ലാം നിർത്തി മൊറാഴയിലെ വീട്ടിൽ പോയി കഥ കടച്ചിരുന്നു. ഇടയ്ക്കിടെ കിളിവാതിൽ തുറന്നു നോക്കും, അടി വരുന്നുണ്ടോ എന്ന്. CMP ദുർബലമായി, CPM അടിച്ചു ജയിച്ചു. രാഘവൻ്റെ കൂടെ നിന്ന് അടിമേടിക്കുന്നതിലും ഭേദം CPMൽ തുടരുന്നതാണ് നല്ലതെന്നറിഞ്ഞ ഗോവിന്ദനെ പിണറായി ചെന്ന് വീട്ടിൽ നിന്നും പിടികൂടി ഒപ്പം നിർത്തുകയായിരുന്നു. വേവുന്ന പുരയിൽ നിന്നും ഊരുന്ന കഴിക്കോല് ലാഭമെന്ന് പിണറായിക്കറിയാം. അപ്പം തന്നാൽ ഇപ്പം പാടാമെന്ന നിലയിലാണ് ഗോവിന്ദൻ്റെയും രീതി. അങ്ങനെ അവർ ഒറ്റക്കെട്ടായി. സത്യത്തിൽ ഗോവിന്ദൻ അന്നെടുത്ത നിലപാട് എത്ര ശരിയായിരുന്നുവെന്ന് നോക്കിക്കോളൂ. പിണറായി വിജയൻ്റെ കാര്യസ്ഥൻ റോളിലാണെങ്കിലും വേണ്ടില്ല, സെക്രട്ടറി ആയില്ലേ? നോക്കണേ, നാളത്തെ കോഴിയേക്കാൾ ലാഭം ഇന്നത്തെ മുട്ടയാണെന്ന് തിരിച്ചറിഞ്ഞ ഗോവിന്ദൻ അപ്പോൾ ആരാണ്? രാഷ്ട്രീയ നിരീക്ഷകനായ ഉമേഷ് ബാബു കേസി വായിൽ കുത്തിക്കയറ്റിയ തുണി പോരെങ്കിൽ AKG സെൻറ്ററിലെ കുറേ കൊടികൾ കൂടി കൂട്ടിക്കെട്ടി ഗോവിന്ദ ചാമിയെപ്പോലെ AKG സെൻറ്ററിൻ്റെ ബാക്കിലൂടെ ഞാൻ ഇറങ്ങുന്നതാണ് നല്ലത്. തെരുവിൽ അടിപൊട്ടുമ്പോൾ സ്വന്തം രാഷ്ട്രീയ ഗുരുവിനെ തനിച്ചാക്കി സുരക്ഷ നോക്കി മൊറാഴയിലെ വീട്ടിൽ കയറി കഥ കടച്ച ഗോവിന്ദനാണ് ധീരനായ വിപ്ലവകാരി. ഒരൊറ്റ അടിയെങ്കിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഈ ഗോവിന്ദൻ? ഈ ഗോവിന്ദൻ മാഷിന് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഇന്നത്തെ SFIക്കാർ പിള്ളേർക്ക് വല്ലതും അറിയാമോ? വെറുതെയാണോ ഉമേഷ് ബാബുവിനെയൊക്കെ പിണറായി ഭയക്കുന്നതും തല്ലാൻ ആളെ വിടുന്നതും? തങ്ങളുടെ പൂർവ്വകാലം ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നവരെയെല്ലാം പാർട്ടിക്കാരെ വിട്ട് തല്ലിക്കുന്നതാണ് പിണറായി പാർട്ടിയുടെ പരിപാടി. പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങളിൽ CPMനെ വിമർശിക്കുന്നയാളാണ് ഉമേഷ് ബാബു. അദ്ദേഹം എത്ര മനോഹരമായും കൃത്യമായിട്ടുമാണ് CPMൻ്റെ ജീർണതകളെ തുറന്നു കാട്ടുന്നത്. ഉമേഷ് ബാബുവിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്: നമുക്കെല്ലാം വീടായി, കാറായി, നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലായി, അവരെ സ്വാശ്രയ കോളേജിൽ അയക്കുന്നതിനും ജോലി വില കൊടുത്ത് വാങ്ങുന്നതിനുമുള്ള തുകകൾ വെവ്വേറെ FDയിലായി, എല്ലാത്തിനും ദൈവസഹായം എപ്പോഴും ഉണ്ടായി, നാം ആരും ഒരു ചോദ്യവും സ്വയം ചോദിക്കാത്തവരായി, എന്നാലും സംശയം തീരുന്നില്ല, വിപ്ലവം ഉണ്ടാകുമോ? കാവ്യഭാഷയിലും വിമർശന ഭാഷയിലും ഉമേഷ് ബാബു കേസിയെ തൊടുത്തുവിട്ട ചോദ്യങ്ങളൊക്കെ പാർട്ടിയെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. ഉമേഷ് ബാബു തനിക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് ഗോവിന്ദൻ മാഷിൻ്റെ കമ്മ്യൂണിസത്തെ ചത്ത പാമ്പിനെ എന്ന വണ്ണം കോലിൽ കുത്തി എറിഞ്ഞു കളഞ്ഞു. പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് കാപട്യത്തെ തൊലി പൊളിച്ച് ഉപ്പ് തേക്കുകയായിരുന്നു ഈ സമയം പാണ്ഡ്യാല ഷാജി ജനം TVയിലിരുന്ന്. പാണ്ഡ്യാല ഷാജി പറഞ്ഞു തുടങ്ങിയാൽ ഒരു വെടിക്കെട്ടിൻ്റെ ആവേശമുണ്ടാകും. കമ്മ്യൂണിസത്തെ വിമർശിച്ച കുറ്റത്തിന് പിണറായി വിജയൻ്റെ ആൾസംഘം ഒരുപാട് കൊല്ലാക്കൊല ചെയ്തയാളാണ് ഈ പാണ്ഡ്യാല ഷാജി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പാർട്ടി എന്താണെന്നറിയില്ല, സംഘടന എന്താണെന്നറിയില്ല, പ്രത്യയശാസ്ത്രം എന്താണെന്നറിയില്ല, മാർക്സിയൻ ഫിലോസഫിയുടെ ബാലപാഠം അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരാൾ അധികാരം പിടിച്ചെടുത്തപ്പോൾ സംഭവിച്ചു പോയ ഉന്മാദവും ഭ്രാന്തുമാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. ഇങ്ങനെയാണ് ഷാജിയുടെ വാക്കുകൾ. പിണറായിക്ക് എന്താണ് ഈ പാർട്ടിയിൽ പങ്കെന്നും അദ്ദേഹം ചോദിക്കുന്നു. പിണറായി നയിച്ച ഒരു സമരത്തിൻ്റെ പേര് പറയാമോ? ഇയാൾ വിളിച്ച ഉജ്ജ്വലമായ ഒരു മുദ്രാവാക്യത്തിൻ്റെ പേര് പറയാമോ? പിണറായി നയിച്ച ഒരു സമരത്തിൻ്റെ കഥ പാണ്ഡ്യാല പറയുന്നത് കേൾക്കൂ. സ്ത്രീകൾ ഉൾപ്പെടെവരെ സ്കൂളിന്റെ മുറിയിൽ പൂട്ടിയിട്ട് നിലവിളിച്ചപ്പോഴാണ് ഈ ഗർഭിണിയായിരിക്കുന്ന ടീച്ചർക്ക് മൂത്രമൊടിക്കാൻ സംവിധാനമാണെന്ന് പറഞ്ഞപ്പോ കുപ്പി കൊടുത്ത വിദ്വാനാണ് വിദ്വാൻ. അറിയോ നിങ്ങള്? ഞാൻ ഈ ചാനൽ ഒരു തവണ പറയാം, കുപ്പി കൊടു, അതാണ് അയാൾ നടത്തിയ ഒരു സമരം. വെറുതെയാണോ പിണറായി വിജയൻ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷ ഇത്രമാത്രം ഉജ്ജ്വലമാകാൻ കാരണം?
പിണറായി വിജയൻ നയിച്ച ഐതിഹാസികമായ മറ്റൊരു സമരത്തിന്റെ ചരിത്രം കൂടി കേൾക്കുക. രണ്ടാമത്തെ സമരം അറിയുന്നത് രണ്ടാമത്തെ ഇടക്കിടവിന്റെ അടുത്ത് നടന്നിരിക്കുന്ന തോണിയുടെ സമരമാണ്. എന്താ കോളേജിലേക്ക് പോകുമ്പോൾ പൈസ കൊടുക്കില്ല. അതിന് ദമ്മാണ് അന്നും. അതിൽ അമ്രുവാൻ എന്ന് പറഞ്ഞാൽ ഇവരെ ഉന്തി തായിട്ട് കളഞ്ഞു അതിനകത്ത്. അതിന്റെ മുകളിലാണ് തോണി മുക്കിയത്. ഈ തോണി മുക്കിയ സമരമാണ് രണ്ടു തവണ. അല്ലാതെ ഏത് അടിസ്ഥാനപരമായ ജനജീവിതത്തിന്റെ സമരത്തെ ഡ്രസ് ചെയ്തിരിക്കുന്ന സമരനായകനാണ് ഇയാൾ. ഏത് സമരത്തെ പങ്കെടുത്തത്? കടത്തുകാരൻ കടത്തുകാശ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല, അതിൻ്റെ പേരിൽ അടിയായി. അതേ തുടർന്ന് പിണറായി സെറ്റ് തോണി മുക്കി പോലും. നോക്കൂ, ആശാസമരക്കാർ 100 രൂപ കൂട്ടിത്തായെന്ന് പറഞ്ഞാൽ പിണറായിയും പാർട്ടിയും അവരെ ആക്ഷേപിക്കുന്നതിൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ മനസ്സിലായില്ലേ? വെറുതെയാണോ ഈ പാർട്ടിയിലെ പിണറായി പക്ഷത്തുള്ള ഒറ്റ എണ്ണത്തിന് വകതിരിവും മനുഷ്യപ്പറ്റും ഇല്ലാതെ പോയത്? പിണറായി വിജയൻ്റെ അയൽക്കാരനാണ് പാണ്ഡ്യാല ഷാജി. പിണറായി പഠിച്ച കുടിപ്പള്ളിക്കൂടത്തിലെ കഥകൾ മുതൽ കാരണഭൂതനായി മാറിയ ചരിത്രം വരെ കാണാപ്പാടമാണ് പാണ്ഡ്യാലയ്ക്ക്. കേരളം ഭരിക്കുന്ന പിണറായിക്ക് ഒരു മഹാമാനസിക രോഗമുണ്ടെന്നും ഷാജി കണ്ടെത്തിയിരിക്കുന്നു, നെക്രോഫീലിയ. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ നെക്രോഫീലിയ മാനസികാവസ്ഥയാണ്. എന്താണ് നെക്രോഫീലിയ? മരണത്തോടും മരിച്ചവരോടുമുള്ള ഒരു മാരകമായ കൗതുകമാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ഇനി ഇതുകൊണ്ടാകുമോ 51 വെട്ടുകൊണ്ട് മരിച്ച TP-യുടെ ആത്മാവിനെ കുലം കുത്തിയെന്ന് അദ്ദേഹം വിളിച്ചത്? പണ്ടൊരഭിമുഖത്തിൽ നടി നവ്യ നായരോട് പിണറായി പറയുന്നുണ്ട്, ഭയം മാറ്റാൻ ഞാൻ ബാല്യത്തിൽ ശവങ്ങളിൽ തൊട്ടുനോക്കുമായിരുന്നുവെന്ന്. അത് കേട്ട് നവ്യ നായർ ഞെട്ടുന്ന രംഗം കൈരളിയിൽ കണ്ടു. എൻ്റെ ദൈവമേ, നെക്രോഫീലിയ ഉള്ളൊരു മനുഷ്യനാണോ നമ്മുടെ മുഖ്യമന്ത്രി? ഷാജിയോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ആ മനുഷ്യനോട് പല ശത്രുത ഉണ്ടായിരിക്കാം എന്ന് കരുതി വേണ്ടാത്ത രോഗമൊന്നും വിധിച്ചേക്കരുത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ അതിന് ചികിത്സയുള്ളതായി വീണ ജോർജിനും അറിയില്ല. നാളെ ഈ രോഗത്തിന് ചികിത്സ തേടി അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കുത്തുവാള എടുത്തെന്നിരിക്കും. ഇതേ രോഗമല്ലായിരുന്നോ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിക്കും? വെട്ടിയറിഞ്ഞിട്ടും കൊതി തീരാതെ രക്തപാനവും നടത്തി. എൻ്റെ ദൈവമേ, അഴീക്കോട് മാഷ് പറഞ്ഞത് എത്ര ശരിയാണ്. നിയമസഭയിൽ ഇരിക്കുന്നവരെ ജയിലിലേക്കും ജയിലിൽ കിടക്കുന്നവന്മാരെ സഭയിലേക്കും വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്.